സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ ഞങ്ങളുടെ ഫെയർവെല്ലാണ്. ഹേ ജാൻസ്, വെൽക്കം ബാക്ക്. അപ്പൊ ഇന്ന് എന്റെ കോളേജിൽ ഡിപ്പാർട്ട്മെന്റ് ഫെയർവെൽ ആണ് ജാൻസ്. അപ്പൊ നമ്മൾ പോവല്ലേ, അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും സാരിയൊക്കെ കൊടുത്ത് നല്ല സുന്ദരികളായിട്ട് രാവിലെ തന്നെ കുളിച്ചെറിയും കോളേജിലെത്തി. ഞങ്ങളുടെ എന്തോ അസോസിയേഷൻ ഡേയുടെ ഇനോഗ്രേഷനും കൂടെ ആയിരുന്നു. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഈശ്വര പ്രാർത്ഥനയും വിളക്കത്തിക്കലും ഉണ്ടായിരുന്നു. സാധാരണ ഫെയർവെൽ പോലെ ഒന്നും അല്ലായിരുന്നു, ഇച്ചിരി ഡിഫറെന്റ് ആയിരുന്നു. ഞങ്ങൾ ഞങ്ങളുടെ ഫെയർവെല്ലാണ്. ആദ്യം തന്നെ ഞങ്ങളുടെ HOD വന്നിട്ട് ഞങ്ങളുടെ 3 വർഷത്തെ കാലത്ത് ഞങ്ങൾ കാണിച്ചു കൂട്ടി എല്ലാത്തിനെയും കുറിച്ച് ഷോർട്ടായിട്ടൊന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ മീരാ മിസ് വന്നിട്ട് ഞങ്ങളെ കുറിച്ച് കുറെ പൊക്കിയൊക്കെ പറഞ്ഞു. എന്ത് ചെയ്യാനാ, ഞങ്ങളുടെ ബാച്ച് വളരെ നല്ലൊരു ബാച്ച്. അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളുടെ വീഡിയോ പ്രൊജക്റ്റിൽ ഇടുന്ന സമയമായിരുന്നു. പക്ഷെ എന്തോ കഷ്ടകാലത്തിനകത്ത് ഞങ്ങൾക്ക് പ്രൊജക്റ്റിൽ ഇടാൻ പറ്റിയില്ല. പക്ഷെ പിന്നെ ഞങ്ങൾക്ക് മനസ്സിലായത് ഞങ്ങളുടെ ഭാഗ്യമായിരുന്നു എന്ന്. അങ്ങനെ ഞങ്ങൾ അകത്ത് വന്നപ്പോൾ ഇവിടുത്തെ സീനിയേഴ്സിന് ടാസ്ക് കൊടുക്കുന്ന പണിയായിരുന്നു. അതും നല്ല സക്സസ്ഫുൾ ആയിട്ട് തന്നെ പോയി കേട്ടോ. അങ്ങനെ ആദ്യത്തെ ടാസ്ക് കിട്ടിയത് നമ്മുടെ ജിഷ്ണുവിനാണ്, സാരി ഉടുത്തോണ്ട് ഒരു റാം വാക്ക്. പിന്നെ നമ്മുടെ അനശ്വരിക്കും ടാസ്ക് കിട്ടി, പിന്നെ ആർക്കൊക്കെയോ കിട്ടി. അത് ഞങ്ങൾ എല്ലാവരുടെയും ഡാൻസ് ഉണ്ടായിരുന്നു. പക്ഷെ കോപ്പിറൈറ്റിന്റെ ഇഷ്യൂ മേടിച്ചിട്ട് ഞാൻ അതെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പൊ ഇത്ര ഉള്ളായിരുന്നു ഞങ്ങളുടെ ഫസ്റ്റ് ഫെയർവെല്ല്. പിന്നെ കുറെ ഡാൻസും എല്ലാം കളിച്ചിട്ട് അന്ന് ഞങ്ങൾ എല്ലാവരും പിരിഞ്ഞു പോയി. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ ഞങ്ങൾക്ക് അന്ന് പ്രൊജക്ടറിൽ വീഡിയോ ഇടാൻ പറ്റിയില്ല എന്ന്. അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും കൂടെ ഞങ്ങളുടെ ക്ലാസ്സിൽ തന്നെ വേറൊരു പരിപാടി അങ്ങ് ഓർഗനൈസ് ചെയ്തു. അതാണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത്. അങ്ങനെ ഞങ്ങളത് ആദ്യം തന്നെ ഒരു കേക്ക് ഒക്കെ മുറിച്ചു. പിന്നെ ഞങ്ങളുടെ ടീച്ചേഴ്സിന് കുട്ടി കുട്ടി ഗിഫ്റ്റ് ഒക്കെ ഫ്രെയിം ചെയ്ത് കൊടുത്തു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ പ്രൊജക്ടറിൽ വീഡിയോ ഇടാനുള്ള പരിപാടിയെല്ലാം സെറ്റാക്കി. അങ്ങനെ അത് കഴിഞ്ഞ് പിള്ളേരെല്ലാവരും സീറ്റിൽ പോയിരുന്നു. നമ്മൾ വീഡിയോയും പ്ലേ ചെയ്തു. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ചിരിക്കാനായിട്ട് ഒരുപാടുണ്ടായിരുന്നു ഇതിനകത്ത്. കാരണം നമ്മുടെ വീഡിയോ ഫുൾ എഡിറ്റ് ചെയ്തതും പാട്ട് കയറ്റിയതും വോയിസ് കൊടുത്തതും എല്ലാം അദ്വൈതാണ് കേട്ടോ. അദ്വൈതിന്റെ എഫേർട്ടാണ് ഈ വീഡിയോയിൽ കാണുന്നത്. അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ അദ്വൈത്. ഇനി നമുക്ക് കുറച്ച് ഖദീജയുടെ പാട്ട് കേട്ടാലോ. അങ്ങനത്തെ ഞങ്ങളുടെ HOD സംസാരിക്കാൻ വന്നു. മിസ് വന്നപ്പോഴേ സെന്റ് അടിച്ചാണ് വന്നത്. നമുക്ക് ഉറപ്പായിരുന്നു മിസ് കരയുമെന്ന്. ആസ് വി ഓൾ എക്സ്പെക്ടഡ്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും മിസ് എറിഞ്ഞു. മിസ് കരയുന്ന കണ്ടപ്പോഴേ ഞങ്ങളുടെ ക്ലാസ്സിൽ ഇത്ര നേരം ഉണ്ടായിരുന്ന ചിരിയും കളിയും എല്ലാം പോയിട്ട് പിന്നെ നമ്മൾ ഒരിക്കലും ഒന്നിച്ച് കാണില്ലല്ലോ, ഇതേപോലെ ഇരിക്കില്ലല്ലോ എന്നൊക്കെ ഓർത്ത് പിള്ളേരെല്ലാരും ഭയങ്കര സാഡായി. അങ്ങനെ ഞാൻ എന്റെ സ്ഥിരം പരിപാടി എല്ലാരും കരയുന്ന കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും മീരാ മിസ് വന്ന് സംസാരിച്ചു. പിന്നെ മിസ് സെന്റ് മിസ്സും കരഞ്ഞു, പിള്ളേരും കരഞ്ഞു. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ മീനു മിസ്സും വന്ന് സംസാരിച്ചു. അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ഇത്രയും കാലത്ത് ഞങ്ങളുടെ കോളേജ് ലൈഫിനെ കുറിച്ച് പറയാനായിട്ട് ഞങ്ങളിൽ നിന്ന് കുറേ പേര് വന്നു. എന്തൊക്കെയോ കുറേ സംസാരിച്ചു. എല്ലാവരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. ആ കരയുന്ന സെന്റി മൂടൊക്കെ എല്ലാവരുടെയും മാറി. പിന്നെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കാനും ഒക്കെ തുടങ്ങി. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് സാറ് വന്ന് സംസാരിച്ച് നമ്മുടെ പരിപാടി അവിടെ വൈൻഡ് അപ്പ് ചെയ്തു. കാരണം നല്ല ലേറ്റ് ആയപ്പോൾ തന്നെ. അങ്ങനെ നമ്മൾ പുറത്ത് വന്നിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ ടീച്ചേഴ്സിൻ്റെ കൂടെ നിന്ന് എടുത്തു. ഇതൊക്കെയായിരുന്നു നമ്മുടെ ഫെയർവെൽ എന്ന് പറയുന്നത്. ലാസ്റ്റ് പരിപാടിയാണ്. ഞങ്ങള് ഫുഡ് കഴിക്കാൻ പോകണം. അത് ഞങ്ങൾ അത് അപ്ഡേഷൻ ചെയ്യുന്നതായിരിക്കും. സബ്സ്ക്രൈബ്. നമ്മുടെ അനീഷയുടെ കമ്മലിന്റെ ആണ് ഞാൻ തോന്നുന്നു. എന്തോ പോയെന്ന് പറഞ്ഞു. ഇപ്പൊ തപ്പിക്കൊണ്ടിരിക്കും എല്ലാരും കൂടെ. നീ ഇവിടെ പറഞ്ഞ ഇവിടെയാണ് ഒന്നും തരത്തില്ല. അങ്ങനെ ഞങ്ങളുടെ കോളേജിലെ ലാസ്റ്റ് പരിപാടി, അതായത് നമ്മുടെ കോളേജ് ഫെയർവെൽ. അപ്പോഴത്തേക്കും നമ്മൾ വിചാരിച്ചന്ന് ഇന്ന് നമുക്ക് പുറത്തുനിന്ന് ഫുഡ് കഴിക്കാൻ, എല്ലാവരും കൂടെ ഒരുമിച്ചുള്ള ലാസ്റ്റ് ഫുഡ് കഴിപ്പല്ലേ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ഫുഡ് കഴിക്കാനായിട്ട് വണ്ടി എടുത്തിറങ്ങി ആദ്യം ഒരു സ്പോട്ടിൽ ചെന്നു. അത്യാവശ്യം വൈബ് പിടിച്ച് കുറച്ച് ദൂരെ പോയതാ. പക്ഷേ ഇന്ന് ആ കട അവധിയായിരുന്നു.
അന്ന് അക്കട അവധിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ തിരിച്ച് നമ്മുടെ കോളേജിന്റെ അടുത്തുള്ള സ്ഥിരം മന്തി സ്പോട്ടിലെത്തി. അവിടെ വന്നപ്പോഴത്തേക്കും ആണെങ്കിൽ ഭയങ്കര തിരക്ക്, നമുക്ക് ഇരിക്കാനായിട്ട് ടേബിൾ ഉണ്ടായിരുന്നില്ല. നമ്മളാണ് ഇത്രയും പേരുണ്ടായിരുന്നുകൊണ്ട് നമുക്ക് ഒന്നിച്ചിരിക്കണമെന്നും ഉണ്ടായിരുന്നുകൊണ്ട് നമ്മൾ വെയിറ്റ് ചെയ്തു. നമ്മൾ കുറെ നേരമായിട്ട് സീറ്റ് കിട്ടാതെ ഇങ്ങനെ ബോറടിച്ചുകൊണ്ടിരുന്നപ്പോൾ പിന്നെ അക്കു നമ്മളോട് കുറെ കടകഥയൊക്കെ ചോദിച്ച് ഞങ്ങളുടെ ബോറടിയൊക്കെ മാറ്റി. വന്നിട്ട് ഞങ്ങൾക്ക് ഇരിക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ഇവരൊക്കെ ഭയങ്കര ഒച്ചയാണ് ഇവിടെ, അലയാണ് അല. അങ്ങനെ 1 eternity later അവസാനം ഞങ്ങൾക്ക് ഞങ്ങളുടെ സീറ്റ് കിട്ടി. ഒരുപാട് കാറ്റാറ്റ് നോറ്റിരുന്ന ഞങ്ങളുടെ സീറ്റ്. ഇവിടെ ഒത്തിരി നേരത്തെ വന്നെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, കാരണം സീറ്റ് കിട്ടി കഴിഞ്ഞിട്ടാണല്ലോ ഞങ്ങൾ ഓർഡർ ചെയ്തത്. സോ പിന്നെയും നമ്മൾ കുറേ നേരം ഓർഡർ ചെയ്ത ഫുഡ് വരാൻ വേണ്ടിയിട്ട് അവിടെ വെയിറ്റ് ചെയ്തിരുന്നു. പിന്നെ ആ പാതി ഗ്യാപ്പിൽ എല്ലാവരുടെ ഉള്ളിലെ കലാകാരനും കലാകാരിയും ഉണർന്നു. അങ്ങനെ സോസും മയോണൈസും ഉപയോഗിച്ച് ഞങ്ങൾ ഒരു താജ്മഹൽ തന്നെ അവിടെ വരച്ചു വെച്ചു. അങ്ങനെ വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം ഞങ്ങളുടെ ജീവിതവും സഫലമായി, കാരണം ഞങ്ങൾ ഓർഡർ ചെയ്ത മന്തി വന്നു ചാൻസ്. അങ്ങനെ അവിടുന്ന് ഫുഡ് കഴിച്ച് ഞങ്ങൾ നേരെ കോളേജിലേക്ക് വന്നു. എന്നിട്ട് കോളേജിലെ പരിപാടിയൊക്കെ അറ്റൻഡ് ചെയ്തു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് ആ സമയത്ത് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ കോളേജിലെ മറ്റൊരു മനോഹര ദിവസം അങ്ങനെ ഞങ്ങൾക്ക് കടന്നുപോയി. അപ്പൊ ഇന്ന് ഞങ്ങളുടെ കോളേജിലെ ലാസ്റ്റ് എക്സാം ദിവസമാണ്. മാനസയും കൂടെ ലിപ്സ്റ്റിക് ഇടുവാണ്. വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രമാണ് ഇവർ ലിപ്സ്റ്റിക് ഇടുന്നത്. കണ്ടോ, ഇത്ര നേരം അവരുടെ ചുണ്ടില് ലിപ്സ്റ്റിക് പോയിട്ട് ഒന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇവളും ഈ സമയത്ത് ചിലര് പറഞ്ഞു ഞാൻ ലിപ്സ്റ്റിക് ഇടത്തില്ല, ഞങ്ങളൊക്കെ ഭയങ്കര ലിപ്സ്റ്റിക് ആണ്. അപ്പൊ നമുക്ക് ഇപ്പൊ ഈ കണ്ടു ഇവരിലൊന്നുമില്ല, നമുക്ക് ടെസ്റ്റ് ചെയ്യാം. ചുണ്ടടിക്കടി. അയ്യോ ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ടെന്നാണ്. ആ വാ ലാസ്റ്റ് എക്സാം എഴുതി ഇറങ്ങിയ സന്തോഷത്തിൽ വലിയ ഇറങ്ങി ഓടിയതാവള്. പക്ഷെ അവളുടെ ബാഗ് എടുക്കാൻ പറഞ്ഞു, അത് ക്ലാസ്സിൽ വെച്ചേക്കുമായിരുന്നു. പിന്നെ അത് എടുക്കാൻ തിരിച്ചുപോയി. അവസാനത്തെ എക്സാം ഞാൻ പിന്നെയും പറയുവാണ്, അവസാനത്തെ എക്സാം ഞങ്ങൾ എല്ലാരും കൂടെ ഒരുമിച്ചിരിക്കുവാണ്. അങ്ങനെ കോളേജിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ എല്ലാവരും കൂടെ ചായ കുടിക്കാൻ വേണ്ടി തൊട്ടടുത്ത് തന്നെയുള്ള ഒരു കടയിൽ വന്നു ജാൻസ്. ഇനി എപ്പോഴും ഇങ്ങനെ ഒരുമിച്ചൊരു ചായ കുടി എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും വിചാരിച്ചു എന്നാ ഇന്നും കൂടെ ചായ കുടിച്ചേക്കുന്നത്. പക്ഷെ ജാൻസ് ഇത് ഞങ്ങളുടെ സ്ഥിരം ഡയലോഗാണ്, ഞങ്ങൾ സ്ഥിരം ഇവിടെ ചായ കുടിക്കാൻ പോകാറുണ്ട്. അങ്ങനെ ഞങ്ങളുടെ കോളേജ് ലൈഫ് ഇവിടെ കൊണ്ട് അവസാനിക്കുകയാണ്. ഇനി ഞാൻ എല്ലാവരെയും പ്രൊജക്ട് കാണിച്ചു തരാം. ബൈ ജാൻസ്. അപ്പം പറഞ്ഞ പോലെ ഞങ്ങൾ കോളേജ് തീർന്ന് ഞങ്ങള് യൂട്യൂബ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്ത് വരുന്നു, ബെല്ലൈക്കൺ അമർത്തുക. ബെല്ലൈക്കൺ അല്ലല്ലോ